കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കൊട്ടാരക്കര ഭാഗത്തെ കുഴികൾ യാത്രക്കാർക്ക് മരണക്കെണിയാവുകയാണ്. ഒരാഴ്ച മുമ്പ് യാത്രക്കാരിയായ വീട്ടമ്മ കിഴക്കേ തെരുവിൽ ബൈക്ക് ഗട്ടറിൽ വീണ് മരണമടഞ്ഞിരുന്നു. ഗട്ടറുകൾ ഉടൻ നികത്തുമെന്ന വകുപ്പ് അധികൃതരുടെ വാഗ്ദാനം ജലരേഖയായി. പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് അധികൃതരുടേതെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തും ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിലും വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഗട്ടർ ഒഴിവാക്കി വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർമാർ നന്നേ പാടുപെടുകയാണ്. ഇതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. കിഴക്കേ തെരുവ് മുതൽ ചെങ്ങമനാട് വരെയുള്ള ഭാഗങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. കുടിവെള്ള പൈപ്പിനായി കുഴിച്ച റോഡിന്റെ വശങ്ങൾ ഗട്ടറുകളായി മാറി. മഴയത്ത് ഇവിടം വെള്ളക്കെട്ടായി മാറും. കിഴക്കേ തെരുവ് ജംഗ്ഷനിൽ സ്കൂൾ വിടുന്ന സമയങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് മണിക്കൂറുകളോളം നീണ്ട ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട്. ഈ ഗട്ടർ പല വാഹനങ്ങൾ വന്ന് തമ്മിൽ കൂട്ടിയിടിക്കുകയും ഒരാൾ ഈ അടുത്ത സമയത്ത് 2 ദിവസത്തേക്ക് മുമ്പ് ഒരു സ്ത്രീയും 2 കുട്ടികളും അടക്കം വന്ന സ്ത്രീ ബൈക്കിൽ തട്ടി ഭർത്താവും എല്ലാം കൂടെ മറിഞ്ഞു വീഴുകയും ആ സ്ത്രീ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം പിറ്റേന്ന് തന്നെ മരണമടയുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 2 ബൈക്കുകാരൂടെ വന്ന് മറിഞ്ഞു വീണ തോളിൽ പൊട്ടി ഒരു പട്ടിയുടെ കൈ ഒടിഞ്ഞു. അങ്ങനെയുള്ള നിരന്തര അപകടങ്ങളും പല വാഹനങ്ങളും കൊണ്ടുവന്ന് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നത് മുഖാന്തരം പുറകിൽ വരുന്ന വണ്ടികൾ ഇടിക്കാനും അങ്ങനെ ഇവിടെ പരിസരവാസികൾക്ക് തന്നെ ഈ വലിയ ലോഡിംഗ് വണ്ടി ടക്കർ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വീടിന് സൗണ്ട് കിട്ടുക തന്നെ പേടിപ്പെട്ടു. ഏതോ വലിയ ആക്സിഡന്റ് നടന്നത് അത്രയിൽ ഭയങ്കര ഒരു പ്രശ്നമുള്ള ഒരു ഇതാണ് ഈ ഗട്ടർ. ഒരു 1.5 മാസമായിട്ട് യാതൊരു വിധമായ പരിഗണനയും ഒന്നും ചെയ്യാൻ ആരും തന്നെ മുതിരുന്നതുമില്ല. അങ്ങനെ അപകടം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും നാട്ടുകാർ റോഡിലെ വലിയ ഗർത്തങ്ങളിൽ കല്ലുകളും കൊടിമരങ്ങളും മുന്നറിയിപ്പിനായി സ്ഥാപിച്ചിട്ടുണ്ട്. ഗട്ടറുകൾ നികത്തുമെന്ന് കഴിഞ്ഞ ട്രാഫിക് അവലോകന സമിതിയിൽ NH അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും നടപടി ആരംഭിച്ചിട്ടില്ല. 21 കോടി രൂപ ചെലവിൽ കഴിഞ്ഞ വർഷം നവീകരിച്ച റോഡാണ് ഇപ്പോൾ ഈ അവസ്ഥയിലായത്. അതേസമയം ദേശീയപാതയുടെ പുനലൂർ മുതൽ കോട്ടവാസൽ വരെയുള്ള ഭാഗങ്ങളിൽ കുഴിയടപ്പ് പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.